ഇന്ന് ഈ സമരപന്തലിൽ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു ചില വ്യക്തിത്വങ്ങളെയും കൂടി പരിചയപ്പെടുത്തുകയാണ്. ശ്രീ CG കമലാകാന്തൻ. അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഗ്രാമവികാസ് പ്രമുഖാണ്. ദക്ഷിണ കേരളത്തിൻ്റെ ഗ്രാമവികാസ് പ്രമുഖാണ്. ശ്രീ KV ശിവൻ. അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. ശ്രീ AV കലേശൻ. അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ പ്രകാശൻ തുണ്ടത്തുംകടവ്. അദ്ദേഹം ജില്ലയുടെ സെക്രട്ടറിയാണ്. ശ്രീ അമൽ രാജ്. അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ജില്ലാ പ്രചാരകനാണ്. അതേപോലെ വന്നിട്ടുള്ളവരെല്ലാവരും ചുമതലപ്പെട്ട ആളുകൾ തന്നെയാണ്. ശ്രീ KS ശിവദാസ്. അദ്ദേഹം എറണാകുളം ജില്ലയുടെ സംഘടനാ സെക്രട്ടറിയാണ്. ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയതാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബുജി. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ മുനമ്പം സമരഭൂമിയിൽ ഇതിനു മുൻപ് 2 തവണ ഞാൻ വരികയും ഈ സമര ഭടന്മാരെ കാണുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി അവർ അദ്ദേഹം മുനമ്പത്ത് സന്ദർശിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തോടൊപ്പം ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഈ സമരം 54 ദിവസം പിന്നിട്ടിരിക്കുന്നു. വിചാരിച്ച സമയത്ത് തീരുന്ന ഒരു സമരമായിട്ട് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നില്ല. നമ്മളോട് 2 മിനിറ്റ് ഒരുമിച്ചിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മുനമ്പത്ത് എന്നൊക്കെയാണ് നമ്മളോട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത്. 2 മിനിറ്റ് പോയിട്ട് 54 ദിവസം പിന്നിട്ടിട്ടും മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് വരുമ്പോൾ ആ പ്രശ്നം അത്ര നിസ്സാരമല്ല. ഈ പറയുന്ന രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പരിഹരിക്കാൻ കഴിയും എന്ന രീതിയിൽ എളുപ്പത്തിൽ നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ സമരത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചേ മതിയാകൂ. ഇവിടെ ഞാൻ ഇന്നലെ ബെന്നിച്ചേട്ടനെ വിളിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ സമരം ഇപ്പോൾ പല മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. മറ്റ് പല മേഖലകളിലായിട്ട് ഈ സമരം ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ മുനമ്പം സമരം അത് മുനമ്പത്ത് ഒതുങ്ങാതെ മുനമ്പത്ത് നിന്ന് ഈ സമരം പടർന്ന് പന്തലിച്ച് കേരളം മുഴുവൻ ഭാരതവും ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വളർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മുനമ്പത്ത് മാത്രം ഒതുങ്ങേണ്ട ഒരു സമരമല്ല. മുനമ്പത്തെ 610 കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ശരിക്കും ഈ സമരം മുഴുവൻ ഭാരതത്തിന്റെയും സമരമാണ്. മുഴുവൻ ഭാരതത്തിന്റെയും പ്രതീകാത്മകമായ ഒരു സമരമാണ്. ഇനി രാഷ്ട്രീയക്കാർക്ക് നമ്മളെ ചതിക്കാൻ നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളോട് മോഹന വാഗ്ദാനങ്ങൾ ഒക്കെ നൽകി നമ്മളെ കീഴ്പ്പെടുത്താൻ ഇനി ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയും അനുവദിക്കേണ്ടതുമില്ല. കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ വന്ന് അവരോട്
മുനമ്പത്തെ നിവാസികൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ കണ്ടു. ഇനി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുനമ്പത്തേക്ക് വരുമ്പോൾ ഈ ഒരു കാപട്യം മാറ്റി വെച്ചുകൊണ്ട് യഥാർത്ഥ മനസ്സോടുകൂടി വരാൻ അവർക്ക് കഴിയട്ടെ. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിന് സംപൂജ്യ സ്വാമിമാരുടെ, സന്യാസി വര്യന്മാരുടെ അനുഗ്രഹം നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്, നേരത്തെ തന്നെ ഉള്ളത്. അവരിപ്പോൾ നേരിട്ട് വന്ന് നമ്മുടെ ഈ ഭൂമി, ഈ ആരാധനാലയത്തിന്റെ തിരുമുറ്റത്ത് അവർ വരികയും അവരുടെ കാൽപാദം സ്പർശിച്ചുകൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സമരം അത് മുഴുവൻ ജനതയുടെയും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തിന്റെ വിജയം കാണുന്നത് വരെ ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ആരൊക്കെ നമ്മെ വിഘടിപ്പിക്കാൻ ശ്രമിച്ചാലും, ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും, എന്തിൻ്റെയൊക്കെ പേരിൽ നമ്മളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും വഴിപ്പെടാതെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരേ ഒരു മാർഗത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയട്ടെ. ഭഗവാൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിജിക്ക് വളരെ അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് എത്തേണ്ടതുകൊണ്ട് സ്വാമിജി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് ഒത്തിരി തിരക്കുണ്ടായിട്ടും നമ്മുടെ ഒപ്പം ആയിരിക്കുവാൻ വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് കടന്നു വന്ന കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ, ഒത്തിരി നന്ദി പറയുകയാണ്. ഈ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് പ്രശ്നമാകുന്ന പ്രദേശത്തേക്ക് കടന്നു വരികയും നമ്മുടെ സമരപന്തലിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ അടക്കമുള്ളവർ അവിടെ മുനമ്പത്ത് എത്തിയിരിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒപ്പമുണ്ട്. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരം